Hello guys, welcome back to our channel. ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഹോം മെയ്ഡ് മാംഗോ ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കാമെന്ന് മമ്മി ഏതൊരു വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അപ്പം no more wasting time, let's go to the video. സപ്പോസ് നമുക്ക് എഗ് ബീറ്റർ ഇല്ല, കറണ്ട് ഇല്ല, അന്നേരം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? സ്റ്റീൽ പാത്രത്തിൽ കസ്റ്റർഡ് ഉണ്ടാക്കാതിരിക്കുവാണ് ഏറ്റവും നല്ലത്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മാംഗോ ഐസ്ക്രീം. മാംഗോ ഐസ്ക്രീം ചെയ്യാനുള്ള കാരണം നമുക്ക് മാംഗോ സുലഭമായിട്ടല്ല വീടുകളിൽ ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മാംഗോ വെച്ച ഒരു ഐസ്ക്രീം ഉണ്ടാക്കാം. മാംഗോ ഐസ്ക്രീമിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. മാംഗോ, പാല്, മുട്ട വേർതിരിച്ചത്, മുട്ടയുടെ ഉണ്ണിയും വെള്ളയും, പിന്നെ കോൺഫ്ലവർ, പഞ്ചസാര, ജെലറ്റിൻ, ഐസ്ക്രീമിൻ്റെ എസൻസ്. മുട്ട വെച്ചുള്ള കസ്റ്റേർഡ് ഉണ്ടാക്കാനും കോൺഫ്ലവർ പാലിനകത്ത് ചേർത്ത് ഉണ്ടാക്കാനുള്ള പാല് ഒന്നിച്ച് ഞാൻ ചൂടാക്കാൻ പോണേ. ചെറിയ ചൂട് വേണം, കാരണം ചെറിയ ചൂട് പാലാണ് ഇതിന് വേണ്ടിയത്. ഞാനിത് ഓഫാക്കി ചെറിയ ചൂടായി. കസ്റ്റേർഡ് ഉണ്ടാക്കുന്നതിന് ഈ മുട്ടയ്ക്കകത്തോട്ട് നമ്മൾ 2 മുട്ടയാണ്, മുട്ടയുടെ ഉണ്ണി, അതിനകത്തോട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. ഈ മുട്ടയുടെ ഉണ്ണിക്കകത്തോട്ട് നമ്മൾ പഞ്ചസാര ഇങ്ങനെ അടിച്ചു. അതിനുശേഷം നമ്മൾ ചെറുചൂട് പാല് 1 കപ്പ് നമ്മൾ മുട്ടയുടെ ഉണ്ണിക്കകത്തോട്ട് ഒഴിക്കുക. പാല് ചൂടായി പോകരുത്, ചെറുചൂട് പാല്. അന്നേരം ഇത് നല്ലതായിട്ട് അങ്ങ് മിക്സ് ആകും. ഇനി നമ്മൾ ഇതെടുത്തിട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കണം. അത് നമുക്ക് ഡയറക്റ്റായിട്ട് സ്റ്റവ് വെച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്കത് പിരിഞ്ഞു പോകുമോ എന്നുള്ള പേടിയുണ്ടെങ്കിൽ ഡബിൾ ബോയിലറിനകത്തും വെച്ചുണ്ടാക്കാം. അത് ഞാനിങ്ങനെ കാണിക്കാം. ഇനി നമ്മൾ ആ പാത്രത്തിലോട്ട് ഈ കസ്റ്റേർഡ് ഒഴിക്കുക. നമ്മൾ മുട്ടയുടെ ഉണ്ണിയും പഞ്ചസാരയും പാലും കൂടെ ആ ചെറുചൂട് പാലൊഴിച്ച് കസ്റ്റേർഡ് ആക്കുക. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഈ തവിയൽ ഇത് കോട്ട് ചെയ്യും, അത് പിടിച്ചിരിക്കും. അപ്പം നമ്മളത് വാങ്ങി വെക്കണം. ഞാൻ കസ്റ്റേർഡ് ഡയറക്റ്റ് ഹീറ്റിൽ ഉണ്ടാക്കി, എന്നാൽ ഡബിൾ ബോയിലറിലും വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിക്കാതെ ചെയ്യാം. കാരണം ഇത് പിരിഞ്ഞു പോകുമോ ഇല്ലയോ എന്നുള്ള പേടി, അത് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. മിക്കവർക്കും എല്ലാവർക്കും അറിയാം, എന്നാൽ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുക. നമ്മളൊരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ച് അത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഉള്ള പാലും ആ മുട്ടയും പഞ്ചസാരയും കൂടെ കസ്റ്റേർഡ് ആക്കിയില്ലേ, അത് നമ്മൾ ഇതിനകത്ത് വെച്ച് ഈ തിളച്ച വെള്ളത്തിനകത്ത് എടുത്ത് വെച്ച് ചെയ്യുന്നതിനാണ് ഈ ഡബിൾ ബോയിലർ എന്ന് പറയുന്നത്. ഡബിൾ ബോയിലറിൽ വെച്ച് ചെയ്യാമെന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പേടിക്കേ വേണ്ട, അത് പിരിഞ്ഞു പോകുമോ ഒന്നും നമുക്ക് പേടിക്കണ്ട. ഇനി ഞാൻ കോൺഫ്ലവറും പഞ്ചസാരയും വെച്ചിട്ട് ജെലറ്റിനും ചേർത്ത് കസ്റ്റേർഡ് ഉണ്ടാക്കാൻ പോവുക. അതും ചെറു ചൂട് പാല് നമുക്ക് വേണം. അത് ഞാനിങ്ങനെ ഒന്ന് ചെയ്യാൻ പോവുക. ഓൺ ചെയ്തു, അധികം താമസിയാതെ തന്നെ അത് ചൂടാകും. ഞാൻ ഓഫാക്കി. ഇനി നമ്മൾ ഈ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂണ്, അത് സ്വല്പം കൂടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ. 2 ടേബിൾ സ്പൂണ് ഈ പാൽ അങ്ങോട്ടൊഴിച്ച് മിക്സ് ചെയ്യണം. ഇത് കണ്ടോ, അതാണ് ഈ ചെറുചൂട് പാലിൻ്റെ ഗുണം. നമ്മൾ ചെറുചൂട് പാലെടുക്കാൻ പറഞ്ഞതിൻ്റെ അത് അതേസമയം പാലിലോട്ട് ഈ കോൺഫ്ലവർ നമ്മൾ ഒഴിച്ചിട്ട് ഇളക്കിയാൽ അത് ചിലപ്പോൾ കട്ട കെട്ടും, പിരിയുന്നല്ല കട്ട കെട്ടും, ഇങ്ങനെ ചെറിയ കഷണങ്ങളാകും. ഇത് കണ്ടോ, ഇതുണ്ട്, എളുപ്പം അത് അലിഞ്ഞു. അതിനായി ചെറുചൂട് പാലൊഴിക്കണമെന്ന് പറയുന്നത്. ഇനി നമ്മളത് വീണ്ടും അത് കസ്റ്റേർഡ് ആക്കുക, പഞ്ചസാരയും ചേർത്ത്. നമ്മൾ ഇത് സ്റ്റീൽ പാത്രത്തിൽ കസ്റ്റേർഡ് ഉണ്ടാക്കാതിരിക്കുവാണ് ഏറ്റവും നല്ലത്. കാരണം ചിലപ്പോൾ അത് കരിയാനും പുകയാനും സാധ്യതയുണ്ട്, അത് നമ്മൾ സൂക്ഷിക്കണം. പിന്നെ അലൂമിനിയം പാത്രത്തിലോ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ നമുക്കത് ഉണ്ടാക്കാൻ പേടിക്കണ്ട. പിന്നെ ഡബിൾ ബോയിലറിലാണെങ്കിൽ ഈ കരിയുന്ന പ്രശ്നമേ വരത്തില്ല, പുകയുന്ന പ്രശ്നവും വരത്തില്ല. അതുകൊണ്ടാണ് ഈ ഡബിൾ ബോയിലറിൽ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നോൺ സ്റ്റിക്കിലോ അലുമിനിയം പാത്രത്തിലോ ചെയ്താൽ പ്രശ്നം വരത്തില്ല. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. സ്റ്റീൽ പാത്രം അത്ര ഉചിതമല്ല. അത് നമുക്ക് അത്രയ്ക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിലേ അത് പുകയാതിരിക്കത്തുള്ളൂ.
നമ്മളിനി കോൺഫ്ലവർ കലക്കിയ പാൽ കസ്റ്റേർഡാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ജെലറ്റിൻ ചേർക്കണം. ജെലറ്റിൻ ചേർക്കുന്നത് ഞാൻ ഈ 1/4 കപ്പ് കാലത്തോടമുണ്ട്. അതിനകത്തോട്ട് ഈ ജെലറ്റിന് 1 ടീസ്പൂൺ ജെലറ്റിൻ അലിയിച്ചിട്ട് ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് അലിയിക്കണം. ചൂടായി ഏകദേശം എല്ലാം അലിഞ്ഞു, ചൂടായി. ഇനി ആ ഒരേ ടെമ്പറേച്ചറിൽ, കാരണം അത് നല്ല തിളച്ച് നമുക്ക് കിട്ടി. ഇത് ഡബിൾ ബോയിലർ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് കണ്ടോ, ഈ ജെലറ്റിന് നമ്മൾ ആ കോൺഫ്ലവർ കലക്കിയ കസ്റ്റേർഡിനോട്ട് നമ്മൾ ചേർക്കാൻ പോവുകയാണ്. ഇനി ഇതിനകത്തോട്ട് വാനില എസൻസ് കണ്ടോ, ആ മുമ്പേ ഉണ്ടാക്കിയ കസ്റ്റേർഡാണ്, അതിന് നല്ല ചൂടുണ്ട്, ഈ ജെലറ്റിനും ചൂടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് വാനില ഐസ്ക്രീം തണുക്കാൻ വെക്കാൻ പോവാണ്. നമ്മൾ മറ്റേ മുട്ടയുടെ ക്രീമും തണുക്കാൻ വെച്ചിട്ടുണ്ട്, അതും തണുത്തു. ഇനി അതിനകത്തോട്ടും ഐസ്ക്രീം എസൻസ്, ഇതിനകത്തും ഐസ്ക്രീം എസൻസ് ചേർക്കാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ കസ്റ്റേർഡ് ഉണ്ടല്ലോ, മുട്ട ചേർത്തുള്ള കസ്റ്റേർഡ്, അതിനകത്തോട്ട് 1 ടീസ്പൂൺ ഐസ്ക്രീം എസൻസ് ചേർക്കുക. ഇത് കാരണം ഇത് തണുത്ത് കഴിഞ്ഞു, ചൂടോടല്ല ഞാൻ ഒഴിക്കേണ്ടത്, തണുത്തിട്ട് ചെറു ചൂടോടും വേണേൽ ഒഴിക്കാം. തണുത്തിട്ട് ഇത് ഒഴിച്ചു. ഇനി ഇത് നമ്മൾ ഡിഷിനകത്ത് ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വെക്കാൻ പോവാം. അകത്തോട്ടാണ് ഇത് തണുക്കാൻ വെക്കുന്നത്. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ആ വെള്ളമയത്തോടു കൂടി നമുക്ക് ഒഴിക്കാം. ഇത് എന്നിട്ട് ഒന്ന് അരിച്ച് ഒഴിക്കാം, കാരണം എന്തെങ്കിലും ഒരു അരിച്ചൊഴിച്ചു. ഇനി നമ്മൾ ക്ലിയർ റാപ്പ് വെച്ച് പ്ലാസ്റ്റിക് ഇനി നമ്മൾ ഈ ക്ലിയർ റാപ്പ് വെച്ചെല്ലാം കവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീസറിലാണ് വെക്കേണ്ടത് തണുക്കാൻ. ഇത് ഒരുവിധം തണുത്ത് ആകുമ്പോൾ നമുക്ക് മറ്റേ കസ്റ്റേർഡ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് എഗ് വൈറ്റ് അടിച്ച് ഒഴിക്കാം. ഇപ്പോൾ അത് ഞാൻ എഗ് വൈറ്റ് അടിക്കാൻ പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാംഗോ അടിക്കാൻ പോയി, ഇത് അങ്ങോട്ട് വെക്കാൻ പോവുകയാണ്. മുട്ടയുടെ വെള്ള അടിക്കുമ്പോഴേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലും കാണരുത്. എങ്കിൽ മാത്രമേ മുട്ട അത് സ്റ്റിഫായിട്ട് അടിച്ച് വരത്തുള്ളൂ. ഇനി സ്വല്പം കൂട്ടി. ഇപ്പോൾ കണ്ടോ, ഈ മുട്ടയുടെ വൈറ്റ് അടിച്ചപ്പോഴേ ഈ പാത്രം കണ്ടോ, കമത്തിയപ്പോൾ പോയില്ലല്ലോ. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. സപ്പോസ് നമുക്ക് ഈ എഗ് ബീറ്റർ ഇല്ല, കറണ്ട് ഇല്ല, അന്നേരം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? ഈ മുട്ടയുടെ വെള്ള അടിക്കണമെങ്കിൽ നമുക്കൊരു ഫോർക്ക് വെച്ച് അടിക്കാം. ഒരു പ്രയാസവുമില്ല, ഫോർക്ക് വെച്ച് അടിച്ച് നമുക്ക് എഗ് ബീറ്റ് ചെയ്യാം. പക്ഷേ സ്വല്പം സമയം എടുക്കും. അതെന്തോ ചെയ്യണം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടല്ലോ, വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കണം, മോളെ ഒന്ന് അടിച്ച്. അപ്പോൾ അവരിങ്ങനെ എഗ് ബീറ്റർ കൊണ്ട് നമ്മുടെ ഫോർക്ക് വെച്ച് ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് അവർ സ്വല്പം സമയം എടുക്കും. എന്നാലും ഈ കറക്റ്റ് പരുവം കിട്ടും. ഇത് തിരിച്ച് കേട്ടോ, തിരിച്ച് വീഴത്തില്ല. അങ്ങനെയാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ ആ ഡിഷിൽ തരുന്നത്. ഞങ്ങളങ്ങനെ ഫോർക്ക് വെച്ച് അടിക്കുന്നത്. നമ്മൾ മാങ്ങ, ഇവിടുത്തെ മാങ്ങ തന്നെയാണ്. ഈ മാങ്ങ കുറച്ച് പഞ്ചസാര, 2 സ്പൂൺ പഞ്ചസാര ഇട്ട് ഇനി മാങ്ങ അടിക്കാൻ പോവുക. ഇനി ഇതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ഇനി ഞങ്ങൾ മെഡിക്കൽ, ട്രാവൽ, കുക്കിങ് പിന്നെ ഇതൊക്കെ ഇടുമ്പോൾ വീണ്ടും അത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണം. ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമ്മൾ ആ നേരത്തെ വെച്ചിരുന്ന കസ്റ്റേർഡ് എടുത്ത് അത് ഏകദേശമൊക്കെ സെറ്റായി. ഇനി അത് മറ്റേ കസ്റ്റേർഡ്, ഇനി ഇതും ടാപ്പ് വെച്ച് നമ്മൾ ഒക്കെ വെള്ളം കയറാതിരിക്കാനാണ്. വെള്ളം കയറി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ക്രിസ്റ്റൽസ് ആകും. നമ്മൾ ക്ലിയർ റാപ്പ് വെച്ച് നമ്മൾ കവർ ചെയ്തു. ഇനി ഇത് ഫ്രീസറിലോട്ട് വീണ്ടും വെക്കാൻ പോവുക, സെറ്റാകാനായിട്ട്, ഏകദേശം ഒരുവിധം സെറ്റാകാനായിട്ട്. നമ്മൾ ഫ്രീസറിൽ വെച്ചത് ഒരുവിധം സെറ്റായി. മുട്ടയുടെ വെള്ള അടിച്ച് മുട്ടയുടെ വെള്ളയൂടെ ചേർത്തു. ഇനി മാംഗോ നമ്മൾ അടിച്ചത് 1 കപ്പ് മാംഗോ അത് അടിച്ചത് ചേർത്തു. ഇതാണ്ട് എല്ലാം റെഡിയായി. ഞാനതെല്ലാം മിക്സ് ചെയ്തു. എസൻസിൻ്റെ കാര്യമാണെങ്കിൽ വാനില എസൻസോ അല്ലെങ്കിൽ ഐസ്ക്രീം എസൻസ്. ഞാൻ നേരത്തെ ചെയ്തത് വാനില എസൻസ്. എനിക്കൊന്ന് ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ടുള്ളത് വാനില എസൻസ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് വീണ്ടും റാപ്പ് ചെയ്തിട്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വീണ്ടും ഫ്രീസറിൽ വെക്കണം.
പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ആ ഗ്ലാസ് ബൗളിൽ വെച്ചതേ ഉള്ളൂ. ഞാൻ പിന്നെ ഒരു അലുമിനിയം ട്രേയിലോട്ടെടുത്ത് ഐസ്ക്രീമിൻ്റെ പാത്രത്തിലെടുത്ത് വെക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ട് ഒരു അരമണിക്കൂർ വെളിയിൽ വെക്കണം. ഞങ്ങളങ്ങനെ വെച്ചതാണ് ഇത്, അല്ലെങ്കിൽ അത് കട്ടി പിടിച്ചിരിക്കും. ഈ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കുവാനായി നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. എവിടെ പോവാ ചുമ്മാ എന്തൊക്കെയോ പറയാ കേട്ടോ. സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടല്ലേ പറയണ്ടേ.